നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സി ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രൊഫസർ ഡോക്ടർ കെ ജയപ്രസാദ്. നമസ്കാരം സാർ. സാർ, ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ കൗതുകകരമായ ചില സംഭവവികാസങ്ങൾ ഈ അടുത്തായി നടന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് രാജ്യത്തെ പ്രതിപക്ഷത്തെക്കുറിച്ചാണ്. പ്രതിപക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ മുന്നേ UPA മുന്നണി ഉണ്ടായിരുന്നു, അതിനു മുന്നേ കോൺഗ്രസും നമ്മൾ ശക്തമായി പറയാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ശക്തമായൊരു പ്രതിപക്ഷം ഇന്ന് രാജ്യത്തില്ല എന്നുള്ള വിമർശനം അത് BJP നേതാക്കൾ തന്നെ ഉയർത്തുന്നുണ്ട്. തങ്ങൾക്ക് കരുത്തുറ്റ ഒരു പ്രതിപക്ഷം അപ്പുറത്ത് നിൽക്കാത്തത് കൊണ്ട് ഇപ്പോൾ CJP പോലുള്ള മൂവ്മെൻറ്റുകൾ രാജ്യത്ത് നടക്കുന്നതിനുള്ളൊരു കാരണവും അതിനുള്ള ഒരു പോരായ്മയും അത് ഇന്ത്യ മുന്നണിയാണെന്ന് പറയുന്നുണ്ട്, ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ ഇന്ത്യ എന്ന പേരിൽ തുടങ്ങിയ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മല്ലികാർജുൻ ഖാർഗെയും അതുപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ നേതൃത്വം നൽകുന്ന ആ ഒരു മുന്നണിയുടെ നിലവിലെ അവസ്ഥ എന്താണ്? ഇന്ത്യ അലയൻസ് നമുക്കറിയാമല്ലോ. ഇന്ത്യ അലയൻസ് രൂപം കൊള്ളുന്നത് 2004 നിലവിൽ വന്ന UPA, യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്നുള്ള ഒരു അന്നത്തെ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പോസ്റ്റ് പോൾ അലയൻസ് ആയിരുന്നു. കാരണം അതൊരു 2004 തെരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയും വാജ്പേയിയുടെ സർക്കാർ NDA സർക്കാർ പരാജയപ്പെട്ട് പ്രതിപക്ഷ നിരയിലെ പാർട്ടികൾക്ക് അന്നൊരു മുന്നണി ഉണ്ടായിരുന്നില്ല. പക്ഷേ BJPക്ക് ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാകുകയും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് UPA അലയൻസ് നിലവിൽ വരികയും ഏതാണ്ട് 10 വർഷം രാജ്യം ഭരിക്കുകയും ചെയ്തു. അപ്പോൾ 2014 UPA പരാജയപ്പെടുന്നു, BJPയുടെ NDA അലയൻസ് അധികാരത്തിൽ വരുന്നു, BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷവും ലഭിക്കുന്നു. അപ്പം ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം 2014 ശേഷം മാറുകയാണ്. അത് നരേന്ദ്രമോദിയുടെ നേതൃത്വം നമ്മുടെ രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വികസന രാഷ്ട്രീയം. അപ്പം മൊത്തത്തിൽ നമുക്കറിഞ്ഞാൽ കഴിഞ്ഞ 12 വർഷമായി രാജ്യം ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഭാരതം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി, ഒരുപാട് സാമ്പത്തിക വളർച്ച നേടി. ആ തരത്തിൽ ഒരു പുതിയ ഒരു രാഷ്ട്രീയ സാമ്പത്തിക ക്രമം ഇന്ത്യയിൽ രൂപപ്പെടുന്നു. അപ്പം ആ ഒരു പശ്ചാത്തലത്തിൽ 2019 തിരഞ്ഞെടുപ്പിലും NDA അലയൻസ് തന്നെ വിജയിക്കൊണ്ടു. അപ്പം ഈ രണ്ട് ഭൂരിപക്ഷത്തിൽ 2014 19 പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് മുന്നണി ഒരു പേരുമാറ്റം, അതായത് പുതിയ ഒരു, അതായത് 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ 2023 ബാംഗ്ലൂരിൽ സമ്മേളിക്കുമ്പോഴും ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇന്ത്യ അലയൻസ് എന്നുള്ള ഇന്ത്യ അലയൻസ് എന്നാണ് അത് കറക്റ്റായിട്ട് യൂസേജ് വരുമ്പോഴത്തേക്കും രൂപം കൊള്ളുന്നത്. അപ്പം കോൺഗ്രസിൻ്റെ നേതൃത്വം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവില്ലായ്മ കൂടെ പ്രൂവ് ചെയ്തുകൊണ്ടാണ് ഇന്ത്യ അലയൻസ് ഇന്ന് തകർച്ചയുടെ വക്കിൽ നിൽക്കുന്നത്. അതിന് പ്രധാനമായ ഒരു റീസൺ എന്ന് പറയുന്നത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ, അതായത് കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ആസാം, അതുപോലെ പോണ്ടിച്ചേരി, ഈ സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ അലയൻസിൻ്റെ ശക്തമായ മുഖങ്ങളായിരുന്ന വിശേഷിച്ചും മുഖ്യമന്ത്രിമാരായിരുന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ്, സ്റ്റാലിൻ MK സ്റ്റാലിൻ DMKയുടെ വക്താവ്, BJPക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നൊരു മുഖ്യമന്ത്രി, അതുപോലെ കേരളത്തിലെ പിണറായി വിജയൻ, ഈ 3 മുഖ്യമന്ത്രിമാരും ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട, ദയനീയമായി പരാജയപ്പെട്ട് പുറത്തുപോയ സാഹചര്യമുണ്ടാകുന്നു. ആ പാർട്ടികൾക്കകത്ത് തന്നെ ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. വിശേഷം തൃണമൂൽ കോൺഗ്രസ്സിൽ, ഈവൻ കേരളത്തിലും അത് ഒരു പരിധിയിൽ പ്രകടമായതാണ്. അപ്പം സമാന്തരമായിട്ട് കർണാടകത്തിലെ മുഖ്യമന്ത്രിയായ സിദ്ധാരാമയ്ക്കും പാർട്ടിയുടെ ആന്തരികമായ പ്രശ്നങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് ഒഴിയേണ്ടി വന്നു. അപ്പം ഇന്ത്യ അലയൻസിന് അന്ന് കൺവീൻ ചെയ്ത മുഖ്യമന്ത്രിയായിരുന്നു സിദ്ധാരാമയ്യ. അപ്പം സിദ്ധാരാമയ്ക്കും ആ ഒരു ഭരണത്തിൽ നിന്ന് മാറുന്ന സാഹചര്യമുണ്ടാകും. മാത്രമല്ല ഇന്ത്യ അലയൻസ് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നത് തമിഴ്നാട്ടിലായിരുന്നു. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെയും മറ്റ് പ്രാദേശിക പാർട്ടികളെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു അഗ്രസീവ് BJP ആൻറ്റി മോഡി സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെ പരസ്യമായ സമരം നടത്തിയാണ് DMK സർക്കാർ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ മുന്നേറിയത്. അപ്പോൾ അതിൽ അതുകൊണ്ട് ഇന്ത്യ അലയൻസ് റിയലി വർക്ക് ചെയ്യുന്ന ഒരു സംസ്ഥാനമായി തമിഴ്നാട് മാറിയിരുന്നു. അപ്പം തമിഴ്നാട്ടിലെ DMKയുടെ പരാജയം തീർച്ചയായിട്ടും ഇന്ത്യ അലയൻസിന് വലിയ ഞെട്ടലുണ്ടാക്കി. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു മര്യാദയില്ലായ്മയാണ് നമ്മളവിടെ കണ്ടത്.
തിരഞ്ഞെടുപ്പ് വിധി റിസൾട്ട് വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ഏതാണ്ട് 6 മണിക്കൂറുകൾ കഴിയുമ്പോഴത്തേക്കും കോൺഗ്രസ് ഘടകകക്ഷികളോട് ഒന്നും ആലോചിക്കാതെ അവിടെ ഭൂരിപക്ഷം തികയ്ക്കാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത സിനിമാ നടനായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന വിജയുടെ പാർട്ടിക്ക് 5 അംഗ പിന്തുണ കൊടുക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പൊതുവേ ഒരു പ്രതിപക്ഷ അലയൻസിൽ നിൽക്കുന്ന ഒരു ലീഡിംഗ് പാർട്ടി അത്തരമൊരു നിലപാടെടുക്കാൻ പാടില്ല. കാരണം മുന്നണി മര്യാദകളുടെ ലംഘനമായിരുന്നു കോൺഗ്രസ് ചെയ്തത്. അതേസമയം മറ്റ് ഘടകകക്ഷികൾ ഈ വിജയുടെ ഗവൺമെൻറ്റിന് പിന്തുണ കൊടുത്ത മറ്റ് ഘടകകക്ഷികൾ, വിശേഷിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉൾപ്പെടെയുള്ള പാർട്ടികൾ, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പ്രോപ്പറായിട്ട് DMKയുമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്തുണ കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ഈ നിലപാടുകളെ വഞ്ചകരായിട്ട് പ്രഖ്യാപിക്കുകയും പരസ്യമായിട്ട് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്പീക്കർക്ക് കത്തെഴുതുന്നു DMK. അതായത് പാർലമെൻറ്റ് ലോകസഭയിൽ പ്രത്യേക ഇരിപ്പിടം, ഇന്ത്യ അലയൻസിൽ നിന്ന് മാറി ഇരിപ്പിടം വേണമെന്ന് അവർ ഡിമാൻഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ അലയൻസിനെ തകർത്തത് കോൺഗ്രസ് തന്നെയായിരുന്നു. കാരണം ഒരു സംസ്ഥാനത്ത് നമ്മൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ മുന്നണി അതിൽ ചില നിലപാടുകൾ എടുക്കേണ്ട സാഹചര്യത്തിൽ കൂട്ടായ ചർച്ചയിലൂടെ വിയോജിച്ചുകൊണ്ട് പുറത്തു പോകാം. ചർച്ച ചെയ്യാതെ മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഒരു നിലപാടെടുക്കുകയും അവിടെ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് വന്ന് പിന്തുണ കൊടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അത് ആ കോൺഗ്രസിൻ്റെ ഒരു പക്വമല്ലാത്ത ഒരു സമീപനം DMK വളരെ ശക്തമായി കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പുറത്തു പോകേണ്ടി വന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ അലയൻസിൻ്റെ ഏറ്റവും വലിയ ഷോക്ക് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഇന്ത്യ അലയൻസിൻ്റെ പരാജയമാണ്. ഇതിൽ നമ്മൾ സമാന്തരമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള പാർട്ടി തന്നെ തോറ്റു എന്നുള്ളതല്ല. അപ്പം മമതാ ബാനർജിയുടെ നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബഹുഭൂരിപക്ഷം MLAമാരും പ്രതിപക്ഷ നിരയിലിരിക്കേണ്ട MLAമാർ പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തുകൊണ്ട് ബദലായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് അവിടെ മാറുകയാണ്. അപ്പോൾ സമാനമായ ഒരു രാഷ്ട്രീയ സാഹചര്യം നേരത്തെ ഉണ്ടാകുന്ന ഇന്ത്യ അലയൻസിൽപ്പെട്ട തന്നെ ശിവസേനയുടെ താക്കറെ വിഭാഗത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, അതായത് ശിവസേനയുടെ കുടുംബത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഭൂരിപക്ഷം പേര് പുറത്തു പോവുകയും അവർ അംഗീകൃത ശിവസേന പാർട്ടിയായി മാറി. അതുപോലെ NCP പവാറിൻ്റെ കുടുംബ ആധിപത്യമുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ ആ കുടുംബാധിപത്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അജിത് പവാറിൻ്റെ നേതൃത്വത്തിൽ സമാന്തര NCP രൂപീകരിക്കുന്നു. അത് പിന്നീട് അംഗീകൃത NCP ആയിട്ട് മാറുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വരുന്ന ആളുകൾ നമ്മൾ കാണാൻ പോകുന്നത് NCPക്കും ശിവസേനയ്ക്കുമുണ്ടായ അതേ അവസ്ഥയിലേക്ക് തൃണമൂൽ കോൺഗ്രസും മാറുകയാണ്. അപ്പം പ്രതിപക്ഷ നിരയിൽ നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ശക്തമായി നിലകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് NCP, ശരത് പവാറിൻ്റെ NCPയും, അതുപോലെ താക്കറെയുടെ ശിവസേനയും, അതുപോലെ തൃണമൂൽ കോൺഗ്രസും DMKയും, സ്വാഭാവികമായിട്ട് കോൺഗ്രസും. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞത് ഈ പാർട്ടികളൊക്കെ ആന്തരികമായ വൈരുദ്ധ്യം കൊണ്ട് തന്നെ തകർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ അലയൻസ് സ്വാഭാവികമായിട്ടും ഇന്ത്യ അലയൻസിൻ്റെ ഏറ്റവും ശക്തമായ മുഖങ്ങളായിരുന്നു പവാറും താക്കറെയുമൊക്കെ. അപ്പോൾ അവരും സംഘടനാപരമായി ദുർബലമായി അതേ അവസ്ഥയിലേക്ക് തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും കൂടെ വരികയാണ്. അപ്പം മാത്രമല്ല ഇന്ത്യ അലയൻസിൽ നിന്ന് DMK പുറത്തുപോയി, ഏറ്റവും ശക്തമായ ഒരു ഘടകകക്ഷി പുറത്തും പോവുകയാണ്. പാർലമെൻറ്റിലും അത് BJPയെ സഹായിക്കുന്നൊരു ഒരു നടപടിയായി മാറും. കാരണം എന്ന് വെച്ചാൽ പ്രതിപക്ഷ നിരയിൽ ഒറ്റക്കെട്ടായിട്ട് BJPക്ക് ബദലായി നിന്ന പ്രതിപക്ഷ നിരയിലെ ഏറ്റവും ശക്തരായ ഒരു പാർട്ടി പ്രത്യേക ഇരിപ്പിടം തേടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിലവിലുള്ള കോൺഗ്രസിനോടൊപ്പം സഹകരിക്കാൻ DMK തയ്യാറാവില്ല. മറ്റൊന്ന് ജാർഖണ്ഡാണ് മറ്റൊരു സ്റ്റേറ്റ് ഇന്ത്യ അലയൻസിൽപ്പെട്ട ജാർഖണ്ഡ് മുക്തി മോർച്ചയും കോൺഗ്രസും കൂടെ ഭരിക്കുന്നത്. അവിടെയും നിലവിൽ ഔദ്യോഗികമായിട്ട് ജാർഖണ്ഡിലെ കോൺഗ്രസ് JMM അലയൻസ് പിളർന്നിട്ടില്ലെങ്കിലും അവിടെയും ആ പാതയിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഈ രാജ്യസഭാ സീറ്റ് 2 സീറ്റ് വേക്കൻസി വന്നപ്പോഴത്തേക്കും കോൺഗ്രസ് നോമിനി പ്രഖ്യാപിച്ചിട്ടും JMM 2 സ്ഥാനാർത്ഥികളെ നിർത്തി അവർ വിജയിക്കാനാണ് സാധ്യത. അപ്പം കോൺഗ്രസ്സിന് അവിടെ വിജയിക്കാൻ സാധ്യത കുറവ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യ അലയൻസിൽ നിന്ന് കേരളത്തിൽ പോലും കേരളം മാത്രമാണ് ഇന്ത്യ അലയൻസിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു മുന്നണി രാഷ്ട്രീയമുള്ളത്. മറ്റൊരു സംസ്ഥാനത്തും അവർക്ക് മുന്നണി സംവിധാനത്തിലൂടെയല്ല. ഉദാഹരണത്തിന്
ഹിമാചൽ പ്രദേശാണെങ്കിലും കർണാടകത്തിലും അതുപോലെ തെലങ്കാനയിലും കോൺഗ്രസ് നേരിട്ട് തന്നെയാണ് ഭരിക്കുന്നത്. ജാർഖണ്ഡിലും കേരളത്തിലും മാത്രമാണ് അവർ മറ്റു പാർട്ടികളുമായിട്ട് അലയൻസ് ഉണ്ടാകുന്നത്. പ്രധാനമായിട്ടും കേരളമാണ് കോൺഗ്രസ് മുന്നണി ഇന്ന് ഈ UDF അധികാരത്തിലേക്ക് കടന്നു വന്നത്, അതായത് പുതുതായിട്ട് അധികാരത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ അവിടെ വരുന്ന ഒരു പ്രശ്നം വെച്ചാൽ കർണാടകത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമുണ്ടാകുന്ന തരത്തിലേക്ക് നേതൃത്വ മാറ്റമുണ്ടാകും. മാത്രമല്ല താമസിയാതെ അടുത്ത വർഷം കർണാടകത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഹിമാചൽ പ്രദേശിലും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ സാധ്യതകൾ പരിമിതമാകുകയാണ്. പ്രതിപക്ഷ നിരയ്ക്ക് വലിയൊരു നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് പാർട്ടി സ്വയം, അതായത് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള ചില തന്ത്രപരമായ നിലപാടുകളിലോ അല്ലെങ്കിൽ നേതൃത്വത്തിൻ്റെ പരിമിതി കൊണ്ടായിരിക്കണം ഒരു പ്രതിപക്ഷ നിരയെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ദേശീയ തലത്തിൽ നമ്മൾ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോഴും കോൺഗ്രസ്സിന് ഒരിക്കലും പലപ്പോഴും പ്രതിപക്ഷ നിരയിൽ നിൽക്കുന്ന കോൺഗ്രസ് ഈ UPAയുടെ കാലഘട്ടം മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലപ്പോഴും കോൺഗ്രസ്സിന് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ടാണ് 1979 ചരൺ സിംഗിന് പിന്തുണ കൊടുക്കുന്നു, ഉടൻ തന്നെ പിന്തുണ പിൻവലിക്കുന്നു, ഗവൺമെൻറ്റിനെ പുറത്താക്കുന്നു. പിന്നീട് 90 ചന്ദ്രശേഖരന് പിന്തുണ കൊടുക്കുന്നു, ഗവൺമെൻറ് രൂപീകരിക്കുന്നു, ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നു. അതിനുശേഷം 96 ദേവഗൗഡയ്ക്ക് പിന്തുണ കൊടുക്കുന്നു, ഒരു വർഷത്തിനുള്ളിൽ ദേവഗൗഡയെ പുറത്താക്കുന്നു. പിന്നീട് ഗുജറാളിന് പിന്തുണ കൊടുത്തു, ഗുജറാളിന് ഒരു വർഷം തയ്ക്കുന്നതിന് മുമ്പേ പുറത്താക്കി. അപ്പോൾ കോൺഗ്രസ്സിന് മേൽക്കോയ്മയില്ലാത്ത മുന്നണി സംവിധാനങ്ങളെല്ലാം കോൺഗ്രസ് തച്ചുടയ്ക്കുന്നൊരു കൾച്ചറാണ് കോൺഗ്രസ്സിനുണ്ടായിരുന്നു. പക്ഷേ UPA ഭരണ സംവിധാനം വന്നപ്പോഴത്തേക്കും കോൺഗ്രസ് മേൽക്കോയ്മ ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും അത് 2 വർഷം പോവുകയും 2009 തെരഞ്ഞെടുപ്പിൽ അലയൻസ് വിജയിക്കുകയും ചെയ്തു. പക്ഷേ അത് മുന്നോട്ട് പോകാൻ കഴിയില്ല, വളരെ ദയനീയ പരാജയമാണ്. കോൺഗ്രസ് 40-42 സീറ്റിലേക്ക് ഒതുങ്ങി. അതായത് പ്രതിപക്ഷ നേതാവാകാനുള്ള സീറ്റ് പോലും കോൺഗ്രസ്സിന് 2002 തെരഞ്ഞെടുപ്പിൽ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. അപ്പം ഇവിടെ കോൺഗ്രസ് ചരിത്രത്തിൽ നിന്നൊന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം BJPക്ക് ബദലായിട്ട് പ്രതിപക്ഷ നിരയെ ഏകീകരിച്ച് കൊണ്ടുവരേണ്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് വളരെ ഒരു ആത്മഹത്യാ നിലപാടെടുത്തുകൊണ്ട് ഇന്ത്യ അലയൻസിനെ തകർക്കുന്ന നിലപാടാണ് എടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം NCP ശരത് പവാർ പക്ഷം വരുന്ന ഇന്ത്യ അലയൻസിൻ്റെ മുന്നണി യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. DMK ആൾറെഡി പുറത്തു പോയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൻ്റെ മമതാ ബാനർജി വിഭാഗം ഒരുപക്ഷെ പങ്കെടുത്തിരിക്കും. മമതാ ബാനർജി കഴിഞ്ഞ ദിവസം വെറും 8 MLAമാരുടെ പിന്തുണയാണ് അവർക്ക് ലഭിച്ചത്, അവർ വിളിച്ച യോഗത്തിലുണ്ടായി. അപ്പോൾ അതുകൊണ്ട് മമതാ ബാനർജിയുടെ പൊളിറ്റിക്കൽ ബേസ് തന്നെ തകർന്നു പോയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യ അലയൻസ് തകർച്ചയുടെ വക്കിലാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2023 ജൂലൈ മാസത്തിൽ ഇന്ത്യ മുന്നണി വരുന്നു, വലിയൊരു ഓളമുണ്ടാകുന്നു. ഭാരത് ജോഡോ യാത്രയൊക്കെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ നടത്തുന്നു. വലിയ തോതിൽ തന്നെ ജനങ്ങളുടെ ഒരു താല്പര്യം, ഒരു പുതിയ മുന്നേറ്റം എന്ന രീതിയിലൊക്കെ ഇന്ത്യ മുന്നണിയെ നോക്കിക്കാണുന്നു. അതിനുശേഷം 2024 നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ശക്തമായൊരു പ്രതിപക്ഷമായി മുന്നണി മാറിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 234 സീറ്റ് അവർക്ക് സ്വന്തമാക്കാനും അതുപോലെ BJPയുടെ ആ ഒരു തേരോട്ടം കുറയ്ക്കാനും അവർ പ്രതീക്ഷിച്ച ആ ഒരു വിജയം, അതിൻ്റെ ആ ശോഭ കെടുത്താനും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞു. പക്ഷെ അതിനുശേഷമാണല്ലോ ഈ പറഞ്ഞതുപോലെ മുന്നണിയെ തന്നെ തകർക്കാൻ, മുന്നണി സംവിധാനങ്ങളെ തന്നെ തകർക്കുന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ ഇതിനിടയിലുണ്ടായി. പാർലമെൻറ്റിലും 2024 ശേഷം ഇന്ത്യ അലയൻസ് ശക്തമായി നിൽക്കുകയും ഇപ്പം നമുക്കറിയാം BJPയുടെ കഴിഞ്ഞ ചില ബില്ലുകളിൽ പാർലമെൻറ്റിൽ പാസ്സാകാതെ പോയതിൻ്റെ പ്രധാന കാരണം പ്രതിപക്ഷം ശക്തമായി നിന്നതുകൊണ്ടാണ്. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് കോൺഗ്രസ് തന്നെ ഇന്ത്യ അലയൻസിൻ്റെ കടയ്ക്കലിൽ കത്തിവെച്ചത് എന്നുള്ളതാണ്. അപ്പം അവിടെയാണ് നമുക്ക് ഒരു രാഷ്ട്രീയമായി നമുക്കിതൊരു അവലോകനം ചെയ്യുന്നതിനുള്ള പരിമിതി അവിടെയാണ്. കോൺഗ്രസ് എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത്? അപ്പോൾ അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം കൂടുതൽ കക്ഷികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്ത്യ അലയൻസിനെ വൈഡൻ ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഏറ്റവും ശക്തമായി കൂടെ നിന്ന രാഷ്ട്രീയ പാർട്ടികളെ ദുർബലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് തന്നെ വലിച്ചെറിയുകയോ ചെയ്യുന്നൊരു സമീപനം. നമ്മൾ ഈ പൊളിറ്റിക്സിൽ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്, വിശേഷിച്ചും ലീഡിങ് പാർട്ടി. അപ്പോൾ അത്തരം ഒരു പക്വമല്ലാത്ത നിലപാട് കോൺഗ്രസിൻ്റെ വന്നത് ഇതിനെ ഇന്ത്യ അലയൻസിനെ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യ അലയൻസിലെ ശക്തരായ പാർട്ടികൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, അതിനകത്ത് തന്നെ സംഘർഷമുണ്ടായി. NCPയിലും ശിവസേനയിലും ഇപ്പോൾ TMCയിലും നടന്ന തരത്തിലുള്ള ആന്തരികമായ സംഘർഷം കൊണ്ട് അതിൻ്റെ റബൽ വിഭാഗങ്ങൾ ശക്തിയാവുകയും അത് BJP ഗുണപരമായി മാറുന്ന രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ്. അത് ശിവസേനയും NCP അജിത് പവാറിൻ്റെ NCPയും
ഇനി വരാൻ പോകുന്ന തൃണമൂൽ കോൺഗ്രസ് ഫാക്ഷനൊക്കെ അത്തരം ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും പ്രതിപക്ഷ നിരയിൽ ശക്തമായ വിള്ളലുണ്ടാകണം. ഇനി വരുന്ന 3 വർഷമുണ്ട് ഇലക്ഷന്. അപ്പം അതുകൊണ്ട് പുതിയ ഒരു അലയൻസ് രൂപം കൊള്ളാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഒരുപക്ഷെ DMK BJP ഭാഗത്ത് ചേർന്നാലും അതിന് വലിയ അതിശയമില്ല. കാരണം 99 മുതൽ 2004 വരെ 5 വർഷം DMK NDA BJPയുടെ ഭാഗമായി കേന്ദ്ര ഭരണം ഷെയർ ചെയ്തൊരു പാർട്ടിയാണ്. തിരിച്ച് ആ തരത്തിലേക്ക് DMK മാറിക്കൂടാന്നില്ല. മാത്രമല്ല AIDMK കൂടുതൽ ദുർബലമായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ പുതിയ സമവാക്യങ്ങൾക്ക് വേണ്ടിയിട്ട് BJP മാറിക്കൂടാന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ DMKയുടെ രാഷ്ട്രീയ ശൈലി അല്ലെങ്കിൽ അവരുടെ മുന്നണി ബന്ധങ്ങളിൽ മാറ്റമുണ്ടാകും. അങ്ങനെ ഒരു ഇന്ത്യ അലയൻസിനൊരു റിവൈവലിന് സാധ്യത വളരെ പരിമിതമാണ്. അങ്ങനെ അത്തരം സ്കോപ്പ് ഇന്ത്യ അലയൻസിന് വേണ്ടി ഇപ്പോൾ ഇടതുപക്ഷം പൂർണ്ണമായിട്ടും ഇന്ന് തകർന്നിരിക്കുന്നു. മറ്റ് ശക്തരായ പാർട്ടികൾ ദുർബലമായിരിക്കുന്നു. കോൺഗ്രസിൻ്റെ നിലപാടുകൾ തന്നെ കോൺഗ്രസിനെ തിരിച്ചടി. മറ്റൊന്ന് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ഒരു വിഷയം, അത് SIRൻ്റെ കാര്യത്തിൽ, ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീൻ്റെ കാര്യത്തിൽ അദ്ദേഹം മറ്റ് പല കാര്യങ്ങളിലും വിഷയങ്ങളിലും എടുക്കുന്ന സമീപനം, ഇതൊന്നും ഇന്ത്യ അലയൻസിലെ പാർട്ടികൾ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. അതാണ് ഒരു കോൺഗ്രസിൻ്റെ ഒരു പരിമിതി. അവരേറ്റെടുക്കുന്നില്ല എന്നുള്ളത്. ഇപ്പം ബീഹാർ ഉൾപ്പെടെ അപ്പോൾ കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ കോൺഗ്രസ്സിന് വിജയിക്കാനും കഴിഞ്ഞില്ല. അപ്പം വളരെ അഗ്രസീവായ ചില നിലപാടുകൾ എടുക്കുകയും വസ്തുതാപരമല്ലാത്ത സമീപനങ്ങൾ, വിശേഷിച്ചും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനെതിരെ ആഗോളതലത്തിലാണ് കോൺഗ്രസ് ൻ്റേതായ പ്രചരണം അഴിച്ചുവിട്ടത്. SIR അപ്പം SIR നടപ്പാക്കിയ കേരളത്തിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസിൻ്റെ നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന സമീപനമല്ല. അത് ആ തുടക്കത്തിൽ തന്നെ EVMൻ്റെ വിഷയത്തിൽ ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് ശക്തമായിട്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ആ നിലപാട്, കോൺഗ്രസ് വിജയിക്കുമ്പോൾ EVM നല്ലതാണെന്നും കോൺഗ്രസ് പരാജയപ്പെടുമ്പോൾ EVM തെറ്റാണെന്നും പറയുന്ന ജനങ്ങൾ തന്നെ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഫലത്തിൽ കോൺഗ്രസിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിനും അതുപോലെ കോൺഗ്രസ് മുന്നണിയുടെ പ്രയാണത്തിനും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം ഗുണം ചെയ്തില്ല എന്നതാണ്. അപ്പം ഒരു നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അവർക്ക് ചില നിലപാടുകൾ എടുക്കാം. ആ നിലപാടുകൾ വ്യവസ്ഥാപിതമായ രീതിയിലുള്ള ചർച്ചയിലൂടെ സ്വീകരിക്കുന്നതിന് പകരം ഏകപക്ഷീയമായ ചില സമീപനങ്ങളിലൂടെ ഒരു മുന്നണി മര്യാദകളെ പാലിക്കാത്ത കോൺഗ്രസിൻ്റെ സമീപനമാണ് ഇന്ത്യ അലയൻസിൻ്റെ ഈ ഗതികേടിലേക്ക് അതിനെ കൊണ്ടെത്തിച്ചത്. ഒപ്പം ഇതിലെ മുഖ്യ ഘടകകക്ഷികളുടെ ആന്തരികമായ സംഘർഷവുമാണ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ അലയൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരു സൗത്ത് ബ്ലോക്ക് മാത്രമാണ് ശക്തി ആർജിച്ച് നിൽക്കുന്നത്. ഈ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള, അതല്ലെങ്കിൽ കോൺഗ്രസ് മുന്നണിയായി ചേർന്നുകൊണ്ട് തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഒരു സൗത്ത് ബ്ലോക്ക് മാത്രമാണ് നിലവിൽ ഭരണത്തിലുള്ളത്, അല്ലെങ്കിൽ അധികാരത്തിലുള്ള ഒരു സാഹചര്യമുള്ളത്. വടക്കൻ സംസ്ഥാനങ്ങളിലേക്ക്, മറ്റ് മേഖലകളിലേക്ക് ഒന്നും തന്നെ കോൺഗ്രസ്സിന് വേണ്ട രീതിയിലൊരു ശക്തമായൊരു വേരോട്ടം പോലും നടത്താൻ കഴിയാത്തത്, അത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അപജയമാണോ അതോ മുന്നണികളുടെ, മറ്റ് റീജിയണൽ മുന്നണികൾക്ക് മുകളിൽ BJP വളരുന്നതിൻ്റെ ഒരു സൂചനയാണോ? അല്ല, ഒരു ഭാഗത്ത് BJP ശക്തമായി മുന്നേറുകയാണ്. ഇപ്പം നമുക്കറിയാം, കേരളം ഉൾപ്പെടെ കേരളത്തിലെ നിയമസഭയിലും കേരളത്തിൽ നേരത്തെ ലോക്സഭാ ഇലക്ഷനിലും ഒക്കെ BJP മുന്നേറ്റം നടത്തിയിരുന്നു. അപ്പോൾ തമിഴ്നാട്ടിലെ മാത്രമാണ് BJPക്ക് ആ തരത്തിൽ മുന്നേറും. പക്ഷേ വോട്ടിന് ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പക്ഷേ തെക്ക് ഉള്ള സ്റ്റേറ്റിലെ സപ്പോർട്ടുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ഇന്ത്യ അലയൻസിൻ്റെ ഏറ്റവും ശക്തമായ സംസ്ഥാനമായിരുന്ന തമിഴ്നാട്ടിൽ ഭരണം DMK പരാജയപ്പെട്ടു. പക്ഷേ ഇനി ഇന്ത്യ അലയൻസിലേക്ക് വിജയുടെ പാർട്ടിയെ കൊണ്ടുവന്നു കഴിഞ്ഞാലും DMK ചെയ്ത റോളിലേക്ക് അവർക്ക് ഉയരാൻ കഴിയില്ല. കാരണം പാർലമെൻറ്റിൽ വിജയുടെ പാർട്ടിക്ക് പങ്കാളിത്തമില്ല. ഇപ്പോൾ ഒരു സീറ്റ് വേക്കൻ്റ് വരുന്നത് വിജയുടെ പാർട്ടി കോൺഗ്രസ്സിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗത്തിൽ അവർക്കുണ്ടാകുന്ന ഡോമിനൻസ് ഇല്ലാതാകാണ്. മറ്റൊന്ന്, തെലങ്കാനയിലും കർണാടകത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ അലയൻസിൻ്റെ കോൺഗ്രസിൻ്റെ ഭാവി എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. സാധ്യത വളരെ കുറവാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴും തെലങ്കാനയിലും കർണാടകത്തിലും കോൺഗ്രസ് ഒരു ഭരണത്തുടർച്ച ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും സൗത്തിലെ ബേസ് അവർക്ക് നഷ്ടപ്പെടുകയാണ്. ഫലത്തിൽ ഇന്ത്യ അലയൻസിന് ഇപ്പം ജാർഖണ്ഡിലുമാണ് ഇപ്പോൾ അവർക്കൊരു അലയൻസ് എന്ന് പറയാനുള്ള ഒരു സംവിധാനമുള്ളത്. ആ ജാർഖണ്ഡിലും കോൺഗ്രസ്സിന് രാജ്യസഭാ സീറ്റ് നിഷേധിക്കുക വഴി ഒരു പുതിയ മെസ്സേജ് JMM മുന്നോട്ട് വയ്ക്കുക. ഒരുപക്ഷെ JMM ഈ പാതയിലൂടെ മുന്നേറിയാൽ
അത് കോൺഗ്രസിനെ കൂടുതൽ ദുർബലമാക്കും. ഫലത്തിൽ ഇന്ത്യ അലയൻസിന് ശക്തമായ നേതൃത്വം നൽകാൻ ഇന്ന് കോൺഗ്രസിനും കഴിയുന്നില്ല. കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ NCPക്കോ ശരത് പവാറിനോ അല്ലെങ്കിൽ താക്കറയുടെ ശിവസേനയ്ക്കോ തൃണമൂൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ കഴിയാത്ത സാഹചര്യമാണ്. പിന്നെ നമുക്കിനി പറയാൻ പ്രതീക്ഷയെന്ന് പറയുന്നത് വിജയുടെ പാർട്ടി ഒരുപക്ഷെ ഇതിനകത്ത് കടന്നു വന്നാലുണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. എന്നിരുന്നാലും ദേശീയ രാഷ്ട്രീയത്തിലും പാർലമെൻറ്റിൽ വിശേഷിച്ചും പാർലമെൻറ്റ് BJP കഴിഞ്ഞ 2024 ശേഷം BJP നേരിടുന്ന ലോകസഭയിലെ ചില പ്രതിസന്ധികളുണ്ട്. കാരണം നമ്പർ കൊണ്ട് മിനിമം മെജോറിറ്റിയേ ഉള്ളൂ. പക്ഷേ അവിടെ പ്രതിപക്ഷ നിര വളരെ ശക്തമായിട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിന്നതെങ്കിൽ 2024 മുതൽ നിന്നെങ്കിൽ അവിടെ വിള്ളലുണ്ടായി എന്നുള്ളതാണ്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൽ നിന്നൊരു 2 ഡസൻ പേര് BJP പക്ഷത്തോ അല്ലെങ്കിൽ മാറുന്ന സാഹചര്യമുണ്ട്. ഒപ്പം DMK ഇന്ത്യ അലയൻസിൽ നിന്ന് മാറിക്കഴിഞ്ഞു ആൾറെഡി. അപ്പോൾ ഇനി ജാർഖണ്ഡ് മുക്തി മോർച്ച മാത്രമാണ് ഭരണത്തിലുള്ള ഇന്ത്യ അലയൻസിലെ ഏക പാർട്ടി. ഇടതുപക്ഷവും പൂർണ്ണമായിട്ടും തകർന്നു കഴിഞ്ഞു ഈ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ അലയൻസിൻ്റെ ഭാവി വളരെ ഇരുളടഞ്ഞതാണ്. അതിന് രാഹുൽ ഗാന്ധിക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഈ ഇന്ത്യ അലയൻസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം BJPക്ക് ബദലായ ഒരു ശക്തമായ പ്രതിപക്ഷ നിരയെ കൊണ്ടുപോകാൻ കോൺഗ്രസ് പരാജയപ്പെട്ടു എന്നുള്ളത്. അതിൻ്റെ കുടുംബാധിപത്യ കേന്ദ്രീകൃതമായ ഒരു നേതൃത്വം എന്തുകൊണ്ടാണെന്നറിയില്ല ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. അതായത് BJPയുടെ എതിർപക്ഷം പാർലമെൻറ്റിനകത്തും പുറത്തും ദുർബലമാകുന്നു. മാത്രമല്ല അവരെ കൈവശമുണ്ടായിരുന്ന ഭരണകൂടങ്ങൾ അത് ബംഗാളിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതും പ്രമുഖ പാർട്ടികളുടെ അടിത്തറ തന്നെ ഇളകി എന്നുള്ളതും ഇന്ത്യ അലയൻസിൻ്റെ ഭാവിയെ കൂടുതൽ ഇരുളടഞ്ഞതാക്കി മാറ്റുന്നു. ശരിയാണ്, വളരെ വ്യക്തമാണ്. അതായത് ഇനി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ 3 വർഷങ്ങൾ ബാക്കി നിൽക്കുന്നു. ഇനിയൊരു റിവൈവൽ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് ഇന്ത്യ മുന്നണിക്ക് കടക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കരുത്തുറ്റൊരു പ്രതിപക്ഷമായി ഇനി നിലകൊള്ളാൻ സാധിക്കൂ. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളും ഏറെ നിർണായകം തന്നെയാണ്. ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു പരീക്ഷണം കൂടിയാണ്. കാത്തിരുന്ന് തന്നെ കാണാം എന്ത് സംഭവിക്കുമെന്നുള്ളത്. വളരെ നന്ദി സർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.